നീ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങി തരുന്നില്ലേ, നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സാധിപ്പിച്ചു തരുന്നില്ലേ, നിനക്ക് എന്തിൻ്റെ കുറവാണ് അവിടെ ഉള്ളത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ലൈഫ് പാർട്ണറോട് ചോദിക്കേണ്ടി വന്നിട്ടുണ്ടോ? എങ്കിലും നിങ്ങൾ കൊടുക്കാത്ത ഒന്നുണ്ട്, അവൾ ആഗ്രഹിക്കുന്ന ഒന്ന്. അത് കിട്ടാത്തത് കൊണ്ടാണ് അവൾ എപ്പോഴൊക്കെയോ എവിടേക്കോ പറയുന്നത് എനിക്ക് എന്തോ ഒന്ന് മിസ് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയത് വില കൂടിയ സമ്മാനങ്ങളോ വിദേശയാത്രകളോ ഒന്നല്ല, അതവർക്ക് കിട്ടുന്നൊരു ബോണസാണ്. അതൊക്കെ നൽകിയിട്ടും അവർക്കൊരു തൃപ്തി കിട്ടുന്നില്ല എങ്കിൽ നീ അവർക്ക് വേണ്ട ഫിസിക്കൽ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, ബട്ട് അവർക്ക് വേണ്ടത് പലപ്പോഴും ഇമോഷണൽ ആയിരിക്കും. പലപ്പോഴും നിങ്ങൾ ഒരു മുറിയിൽ തന്നെ ഒരുമിച്ചുണ്ടാവും, പക്ഷെ രണ്ടുപേരും രണ്ട് ലോകത്തായിരിക്കും. അവൾ നിൻ്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് നീ മിക്കവാറും മൊബൈലിലായിരിക്കും. അവൾ എന്തെങ്കിലും സങ്കടം പറയുന്ന സമയത്ത് നീ വളരെ ലോജിക്കലായിക്കൊണ്ട് അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്യും. പക്ഷെ അവൾക്ക് വേണ്ടത് പരിഹാരമല്ല, അവളുടെ സങ്കടം നീ കാണണം എന്ന് മാത്രമാണ് അവൾ ഉദ്ദേശിക്കുന്നത്, നീ അറിയണം എന്ന് മാത്രമാണ്. നമ്മൾ പലപ്പോഴും പ്രണയിക്കുന്നത് ഒരു വ്യക്തിയാണ്, എന്നാൽ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ പ്രണയിക്കുന്നത് ആ വ്യക്തി ചെയ്യുന്ന ജോലികളെയാണ്. അവൻ നന്നായി സമ്പാദിക്കുന്നുണ്ടോ, അവൾ നന്നായി വീട് നോക്കുന്നുണ്ടോ, ഇങ്ങനത്തെ ഈ തിരക്കിനിടയിൽ ആ വ്യക്തിയെ പലപ്പോഴും നമ്മൾ മറന്നു പോകാറ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്ന സമയത്തും അവർക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത അവസ്ഥയാണ്, അതിന് നിങ്ങൾ അവഗണിക്കരുത്. ബന്ധങ്ങളിലൊക്കെ വിള്ളൽ വീഴുന്ന പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ കൊണ്ടല്ല, മറിച്ച് ചെറിയ അവഗണനകൾ കൊണ്ടാണ്. ഇന്ന് തന്നെ നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് പോയിട്ട് ഒന്ന് ചേർത്ത് നിർത്തി ചോദിച്ചു നോക്കും, നിനക്ക് എന്താണ് മിസ് ചെയ്യുന്നത്, എനിക്കത് കേൾക്കണം. മനസ്സുകൾ തമ്മിലുള്ള ദൂരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വലിയ കോഴ്സുകളൊന്നും വേണ്ട, ഒന്ന് കേൾക്കാനുള്ളൊരു മനസ്സുണ്ടായാൽ മതി.